സോഷ്യൽ മീഡിയയിലൂടെ മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ സൗഭാഗ്യ പങ്കുവച്ചിരുന്ന ഒരു സന്തോഷ വാർത്തയായിരുന്നു തൻ്റെ പുതിയ ബ്രാൻഡായ പൂവ്. തൻ്റെ മകൾ സുധാപൂവിനെ മുന്നിൽ നിർത്തി കുട്ടികൾക്ക് വേണ്ടിയുള്ള വസ്ത്രമായിരുന്നു പൂവ് എന്ന ബ്രാൻഡിലൂടെ സൗഭാഗ്യ എല്ലാവരുടെ മുന്നിലേക്കും എത്തിച്ചത്. എന്നാൽ ഇപ്പോൾ വളരെയധികം വിഷമത്തോടെ അത് അവസാനിപ്പിക്കുന്നുവെന്നും താൻ ചതിക്കപ്പെട്ടതുകൊണ്ടും താൻ ഒരാളെ ആത്മാർത്ഥമായി അന്ധമായി വിശ്വസിച്ചതുകൊണ്ടുമാണ് തനിക്കിത് നേരിടേണ്ടി വന്നതെന്നും താൻ തിരികെ വരുമെന്നും തിരികെ വരുമ്പോൾ ഇതിനേക്കാൾ മികച്ചതാക്കാൻ താൻ ശ്രമിക്കുമെന്നും സൗഭാഗ്യ വാക്കു നൽകി പൂവെന്ന തൻ്റെ ബ്രാൻഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു എന്ന ഒരു കുറിപ്പും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് എത്തിയിട്ടുണ്ട്. ഭാരമേറിയ ഹൃദയത്തോടെ പൂവിനെക്കുറിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായി ഞാൻ ഈ കുറിപ്പ് സമർപ്പിക്കുന്നു. വളരെ ഭാരമേറിയ ഹൃദയത്തോടെയാണ് പൂവ് എന്ന ബ്രാൻഡ് അവസാനിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ടല്ല ഈ തീരുമാനം എടുത്തത്. എനിക്ക് പിന്തുണ ലഭിക്കാത്തത് കൊണ്ടുമല്ല. ഞാൻ വിശ്വസിച്ച ഒരു പങ്കാളിത്തം ഒടുവിൽ വിശ്വാസവഞ്ചനയിലേക്ക് എത്തി. ഞാൻ ചതിക്കപ്പെട്ടു. ഞാൻ ഒരാളിൽ പൂർണ്ണമായി വിശ്വസിച്ചു. പക്ഷേ ആ വിശ്വാസം പൂർണ്ണമായി തകർന്നു. ഒരിക്കലും നേരിടേണ്ടി വരുമെന്ന് കരുതാത്ത ചില തീരുമാനങ്ങളുടെ പ്രത്യാഘാതങ്ങൾ എനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. ഒരു ബ്രാൻഡ് വളർത്തിയെടുക്കാൻ സമയം, സ്നേഹം, പണം, ഉറക്കമില്ലാത്ത അനവധി രാത്രികൾ ഇതെല്ലാം ആവശ്യമാണ്. എന്നാൽ ഒരാൾ തൻ്റെ വാക്ക് പാലിക്കാതിരുന്നാൽ അതെല്ലാം അവസാനിക്കുന്നത് അതീവ വേദനാജനകമാണ്. ആദ്യ ദിവസം മുതൽ പൂവിനെ പിന്തുണച്ച് എല്ലാവർക്കും ഒരു വിശദീകരണം നൽകേണ്ടത് എൻ്റെ കടമയാണെന്ന് തോന്നിയതിനാലാണ് ഞാൻ ഇപ്പോൾ ഈ കുറിപ്പ് പങ്കുവയ്ക്കുന്നത്. പൂവിനെപ്പറ്റി ചോദിച്ച് ഒരുപാട് പേർ എത്തുന്നുണ്ട് എന്നെനിക്കറിയാം. അതുകൂടി ആയപ്പോഴാണ് ഇത് ഞാൻ പങ്കുവച്ചേ മതിയാകൂ എന്നെനിക്ക് തോന്നിയത്. പങ്കുവയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യുന്ന വാർത്തയായി ഇത് മാറും. ഇത് ഏറ്റവും കൂടുതൽ ആളുകളും വളരെയധികം പ്രേക്ഷകരുടെ പ്രീതിയാക്കി മാറ്റുന്നുണ്ട്. ആദ്യ ദിവസം മുതൽ പൂവിനെ പിന്തുണച്ചവർക്ക് ഇതറിയണമല്ലോ. ബിസിനസ്സിൽ ഏറ്റവും കഠിനമായ ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ഏറ്റവും നിങ്ങൾ സത്യസന്ധതയും ആത്മാർത്ഥതയും വിശ്വസ്തയും നൽകുന്ന അതേ വില എല്ലാവർക്കും നൽകണമെന്ന തിരിച്ചറിവാണ്. എൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ ഈ അധ്യായം അവസാനിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. പൂവ് വിശ്വസിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളുടെ സ്നേഹവും പ്രോത്സാഹനവും നിങ്ങൾ കരുതുന്നതിലും ഏറെ വിലപ്പെട്ടതായിരുന്നു. ഈ സംരംഭകയായി എൻ്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇതൊരു അധ്യായത്തിൻ്റെ അവസാനം മാത്രമാണ്. കൂടുതൽ ശക്തിയോടെയും കൂടുതൽ അനുഭവ സമ്പത്തോടെയും ശരിയായ അടിത്തറയിൽ പണിയെടുത്ത ഒരു പുതിയ തുടക്കവുമായി ഞാൻ വീണ്ടും തിരികെ എത്തും. ഇതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള വാക്ക് എന്ന് സൗഭാഗ്യ പറയുന്നു. ഇതിലൂടെ സൗഭാഗ്യ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്താൻ തന്നെ ശ്രമിക്കുന്നുണ്ട്. ആരാണ് എന്താണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഒരു ബ്രാൻഡ് എന്ന നിലയിൽ സൗഭാഗ്യയെക്കുറിച്ചും പൂവിനെക്കുറിച്ചും വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന വാർത്തയായി ഇത് മാറുന്നുണ്ട്. ആരാധകരെല്ലാവരും സൗഭാഗ്യയുടെ വാർത്തയോട് തന്നെ വളരെ നന്നായി പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ വളരെയധികം കൃത്യമായി തന്നെ പ്രേക്ഷകരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയും അറിയിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.